ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു റെഗുലർ ഹെക്സഗണിനെ വരയ്ക്കുന്ന രീതിയാണ്. അത് കോമ്പസ് ഉപയോഗിച്ച് റെഗുലർ ഹെക്സഗൺ വരയ്ക്കണം. അതിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. ഇനി എന്താണ് റെഗുലർ ഹെക്സഗൺ? ഇതാണ് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടൽ 6 സൈഡ്സ് ഉണ്ടായിരിക്കണം. റെഗുലറിൻ്റെ വാക്കിൻ്റെ അർത്ഥം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാം, ഒരു റെഗുലർ ഹെക്സഗണിനെ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് മുറിക്കുന്നുണ്ടെന്ന്. അതായത് 6 സമഭുജ ത്രികോണങ്ങളാക്കി ഇങ്ങനെ 6 സമഭുജ ത്രികോണങ്ങളാക്കി മുറിക്കണം. അപ്പോൾ നമുക്കറിയാം, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിനെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്കറിയാം. അതേ രീതി തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് പെരിമീറ്റർ 20 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഗുലർ ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടി 6 സൈഡ് വരയ്ക്കണം. 6 സൈഡ് ആദ്യം നമ്മൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം 20 സെൻറ്റിമീറ്റർ നമ്മുടെ സ്കെയിലിൽ കിട്ടത്തില്ലെന്നറിയാം. അതിന് പകരം നമ്മൾ 10 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. 10 സെൻറ്റിമീറ്റർ വരച്ച് അതിനെ 3 ഭാഗിച്ചിട്ട് 3 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചിട്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ റെഗുലർ ഹെക്സഗണിനകത്ത് 6 ഈക്വലാറ്ററൽ ട്രയാങ്കിളുണ്ട്. അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 5 നമുക്ക് വരയ്ക്കാമല്ലോ, എളുപ്പത്തിൽ വരയ്ക്കാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ആ 10 സെൻറ്റിമീറ്റർ എടുക്കണം. 20 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിലിൽ, നമ്മുടെ സാധാരണ സ്കെയിലിൽ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കാം. ഞാനിവിടെ 10 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 10 സെൻറ്റിമീറ്റർ വരച്ചതിന് ശേഷം കുറച്ച് ചെരിച്ച് 9 സെൻറ്റിമീറ്റർ വരയ്ക്കുക. കാരണം 10നെ 3 ആക്കി ഈക്വലായിട്ട് മുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 9 എടുത്തു കഴിഞ്ഞാൽ 3, 3, 3 അങ്ങനെ നമുക്ക് മുറിക്കാൻ പറ്റും. ഇനി നമുക്കിതിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കാം. ഒന്നിതാണ്, ഒന്നിത്. അപ്പം 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചു. അതായത് ഇതും 3 സെൻറ്റിമീറ്ററാണ്, ഇതും 3 സെൻറ്റിമീറ്ററാണ്, ഇതും 3 സെൻറ്റിമീറ്ററാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചതാണ്. ഇത് തമ്മിൽ അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് സമാന്തര വരകൾ വരയ്ക്കണം. സമാന്തര വരകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ വേണം. ഏത് വരയ്ക്ക് സമാന്തരമായിട്ടാണോ വരയ്ക്കേണ്ടത് അതിലേക്ക് സെറ്റ് സ്ക്വയറിനെ ചേർത്ത് വെച്ചിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ വശത്തേക്ക് സ്കെയിലിനെ ചേർത്ത് വെക്കുക. ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് സ്കെയിലിനെ മുറുക്കെ പിടിക്കുക. ചേർത്ത് വെച്ചിട്ട് സ്കെയിലിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയറിനെ പതുക്കെ നീക്കുക. എന്നിട്ട് ആ വര യോജിപ്പിച്ചാൽ നമുക്ക് സമാന്തര വര കിട്ടി. അതേപോലെ തന്നെ നമുക്ക് മറ്റേ പോയിന്റിൽ കൂടെയും സമാന്തര വര വരയ്ക്കണം. ഇപ്പം നമ്മൾ 10 സെൻറ്റിമീറ്ററിന് 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഈ ഫിഗറിൽ ഇത് റെഗുലർ ഹെക്സഗണാണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ ഈ എല്ലാ സൈഡും തുല്യമാണ്. മാത്രവുമല്ല, ഈ ഓരോ ത്രികോണവും ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. അതായത് ഈ ഫിഗറിനകത്ത് ഏതൊക്കെ വരയുണ്ടോ അതിൻ്റെ എല്ലാം നീളങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടിയാൽ മതി. ഇനി ഇവിടെ നോക്കിക്കേ, ഇതാണ് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേ അളവിൽ തന്നെ ഇപ്പുറത്തെ പോയിന്റിൽ നിന്നും വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇപ്പം നമുക്ക് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഇനി അതേപോലെ തന്നെ
ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വരയ്ക്കും. അതിന് പകരം നമുക്ക് എളുപ്പമാർഗ്ഗമുണ്ട്. ഇത് നോക്കിക്ക്, ഞാൻ പറഞ്ഞു ഇതെല്ലാ പോയിൻറ്റ്സ് എല്ലാ ലെങ്ത്തും തുല്യമാണ്. അപ്പോൾ ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വേർട്ടെക്സും ആ സർക്കിളിൽ ടച്ച് ചെയ്തേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ അത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഇത് റേഡിയസും ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിളാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. സർക്കിൾ വരച്ചു. ഇനി എന്താ, ഓരോ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡ് ലെങ്ത് സെയിം ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സൈഡായി, വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അടുത്ത സൈഡായി. അങ്ങനെ നമുക്ക് 6 സൈഡും കണ്ടുപിടിക്കാം. കണ്ടല്ലോ. ഇനി ഇതിലേക്ക് അങ്ങ് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇനി സൈഡുകളും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് റെഗുലർ ഹെക്സഗൺ കിട്ടും. ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ. നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് റെഗുലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്